നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ RJ ഹരിചന്ദ്ര മഠം. പലപ്പോഴും എന്നോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്ന് എങ്ങനെയാണ് ഒന്ന് പിന്തിരിഞ്ഞ് നടക്കാൻ സാധിക്കുക? വല്ലാതെ ഇതെന്നെ വരിഞ്ഞു മുറുക്കുന്നു. ഒരു രാവിൽ പോലും എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. തൊഴിലിടത്ത് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. ജീവിതമാകെ വേദനകളുടെ തിരത്തള്ളലാണ്. ഒന്നും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ഈ ജീവിതം തന്നെ എത്രയും പെട്ടെന്ന് തീർന്നിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. സന്തോഷപ്പെടേണ്ട ഒരു മുഹൂർത്തങ്ങളിലും എനിക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയെല്ലാം ഇവർ പറയുന്നത് ഇവരുടെ ഹൃദയത്തെ കീറി മുറിക്കുന്ന ചില ഓർമ്മകളുടെ ശരങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ദുഃഖാനുഭവങ്ങളായിരിക്കും ഉണ്ടായി വരിക. ചിലത് ബാല്യകാലത്തിലുണ്ടായതായിരിക്കാം. ചിലപ്പോൾ ചിലത് ജീവിത വഴിയിലുണ്ടാകുന്ന അവഗണനകളോ തിരിച്ചടിയോ ആയിരിക്കാം. ചിലത് ചില നഷ്ടങ്ങളായിരിക്കാം. ഇങ്ങനെ ഒരുപാട് വേദനകൾ ഇതും പേറി ജീവിതയാത്രയിൽ കുഴഞ്ഞു നിൽക്കുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ്, അവളുടെ ജീവിതം വളരെ ദുസ്സഹമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, 18ാമത്തെ വയസ്സിൽ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട അവളെ ബന്ധുക്കൾ ഏതോ ഒരാളോട് വിവാഹം കഴിച്ച് അയക്കുകയായിരുന്നു. പഠിക്കാൻ മിടിക്കായിരുന്ന അവൾ വിവാഹം കഴിച്ച് ചെന്ന ഇടം വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. മദ്യപാനവും ലഹരി മരുന്നുകളുമായി നടക്കുന്ന ഭർത്താവ്, യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു വ്യക്തി. അവളെ നിരന്തരം അയാൾ ഉപദ്രവിച്ചു. അവളുടെ കഴിവ്, അവളുടെ പ്രയത്നം കൊണ്ട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവൾ ഒരു ജോലി നേടിയെടുക്കുകയാണ്. കാലങ്ങളെങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫുമായിട്ട് അവൾ വളരെ തുറന്ന് ഇടപഴകാൻ തുടങ്ങി. ഒരു യുവാവായിരുന്നു അത്. അവളെ വളരെ നല്ലൊരു സുഹൃത്തായിട്ടാണ് അയാൾ കണ്ടിരുന്നത്. എന്നാൽ അവളാകട്ടെ അയാളിൽ വളരെയധികം ആശ്വാസവും കണ്ടിരുന്നു, ഒരു തരം അനുരാഗം തന്നെ. എന്നാൽ അവൾ ഒരിക്കലും അത് അയാളോട് തുറന്നു പറഞ്ഞിരുന്നില്ല. കാരണം കുടുംബജീവിതത്തിൽ കുറേയധികം മൂല്യങ്ങൾ സൂക്ഷിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. ഭർത്താവ് വളരെ മോശമാണെങ്കിലും ഇതിനോടകം തങ്ങൾക്കുണ്ടായ ഒരു മകളുണ്ട്. അവളുടെ മുന്നിൽ താനെന്നും മികച്ച വ്യക്തിത്വം ആകണമെന്ന് ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും തൻ്റെ ഉള്ളിലുള്ള ആഗ്രഹത്തെക്കുറിച്ച് ആ യുവാവിനോട് പറഞ്ഞിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കടക്കവേ അയാൾ ഈ പെൺകുട്ടിയോട് പറയുകയാണ്, തനിക്കൊരു ഇഷ്ടമുണ്ട്, ഒരു പെൺകുട്ടിയെ വർഷങ്ങളായി സ്നേഹിക്കുകയാണ്, ഉടനടി തന്നെ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നൊക്കെ. ഇവൾ തൻ്റെ ഉള്ളിലെ ഉണ്ടായ കഠിനമായ വേദന മറച്ചു വച്ചിട്ട് അയാൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാം പകർന്നു കൊടുത്തു. അയാൾ വിവാഹം കഴിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ നിന്ന് ട്രാൻസ്ഫറായി പോവുകയും ചെയ്തു. വർഷങ്ങൾക്കിപ്പുറവും ഈ സ്ത്രീയെ ആ യുവാവിൻ്റെ ഓർമ്മകൾ അലട്ടുന്നുണ്ട്. കാരണം ഓരോ തവണ ഭർത്താവ് ഉപദ്രവിക്കുമ്പോഴും ഓരോ തവണ അയാളിൽ നിന്നുള്ള ക്രൂരതകൾ ഏൽക്കുമ്പോഴും ഒരു സമാശ്വാസം എന്ന നിലയിൽ ആ യുവാവിൻ്റെ രൂപമായിരുന്നു അവളുടെ ഉള്ളിലുണ്ടായിരുന്നത്. ഇപ്പോൾ അവളുടെ മുന്നിൽ ഒന്നുമില്ല, തികഞ്ഞ കൂരിരുട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ ഒരല്പമെങ്കിലും സന്തോഷം പകർന്ന ആ യുവാവിൻ്റെ മുഖം അവൾക്കൊരിക്കലും മറക്കാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും അതിൽ നിന്നൊന്ന് മുക്തമായേ പറ്റുള്ളൂ എന്നവൾക്കുണ്ട്. കാര്യം അയാളോടുത്തുള്ള പ്രണയം അവളെ കീറി മുറിക്കുന്നുണ്ട്. ഇത് ഒരാൾ പങ്കുവച്ച ഒരു അനുഭവമാണ്. ഇതിൽ നമുക്ക് ശരിതെറ്റുകളൊക്കെ പറയാം. കാട്ടിയത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അവളുടെ ഭാഗത്ത് ശരിയുണ്ടെന്നോ ഇങ്ങനെയൊക്കെ രണ്ട് തട്ടിൽ നിന്ന് ചിന്തിക്കാം. പക്ഷെ ഞാനിവിടെ പറയുന്ന അതൊന്നുമല്ല. ഇതുപോലെ എത്ര വ്യഥകളാണ് ഓരോരുത്തർ ചുമന്ന് ആ ചിന്തകളിൽ നിന്ന് ഒന്ന് മുക്തമാകാൻ കൊതിച്ചിരിക്കുന്നത്. ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യപ്പെടുന്ന പ്രധാന കീവേഡ്സിലൊന്ന് എങ്ങനെ ഒരാളെ മറക്കും എന്നതിനെക്കുറിച്ചാണ് എന്ന് ഗൂഗിളിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. കാര്യം മറവിയുടെ കൂമ്പാരത്തിലേക്ക് കടന്നു പോകാൻ ഒരുപാട് പേർ വെമ്പുന്നുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ അറിയണം.
മനുഷ്യൻ്റെ മനസ്സ് മൃഗങ്ങളെ പോലെയല്ല. ഒരു മാനിനെ ഒരു സിംഹം വേട്ടയാടാൻ തുനിയുന്നു. മാൻ ഓടിപ്പോകുന്നു. സിംഹം പുറകെ വെച്ച് പിടിക്കുന്നു. പല വഴികളിലൂടെ മാൻ ഓടിപ്പോകുന്നു. ഒടുവിൽ കഷ്ടിച്ച് സിംഹത്തിൻ്റെ പിടിയിൽ നിന്ന് മാൻ രക്ഷപ്പെടുന്നു. ഡിസ്കവറി ചാനലോ മറ്റോ നമ്മൾ ഈ രംഗം പലവട്ടം കണ്ടു കാണും. അപ്പോഴെല്ലാം ഒടുവിൽ നമ്മൾ കാണുന്നൊരു വിഷ്വലുണ്ട്. ഈ മാൻ എവിടെയോ ചെന്ന് നിന്ന് പുല്ല് മേയുന്നു. സിംഹം എങ്ങോട്ടോ നടന്നു പറയുന്നു. തന്നെ ഇത്രയും നേരം വേട്ടയാടിയ സിംഹത്തെക്കുറിച്ച് അവിടെ മാനിന് വേവലാതിയില്ല. കാര്യം അത് കഴിഞ്ഞ നിമിഷത്തെ, കഴിഞ്ഞ സെക്കൻഡുകളിലെ അനുഭവമാണ്. ഇത് പുതിയ ഒരു ലോകമാണ്, പുതിയ മൊമെൻ്റാണ്. താൻ അതിൽ നിന്ന് മുക്തനായിട്ടുണ്ട്. ഇനി എനിക്കിവിടെ സർവൈവ് ചെയ്യണം. ഈ കാട്ടിൽ പലവട്ടം എന്നെ സിംഹം വേട്ടയാടാൻ വന്നേക്കാം. ആ വേട്ടയാടുന്ന സിംഹത്തിന് മുന്നിൽ എനിക്ക് കരുത്തോടെ നിൽക്കണമെങ്കിൽ പുല്ല് തിന്നേ തീരൂ എന്നൊക്കെ ആ പ്രകൃതി കൊടുത്ത ജ്ഞാനം മാനിനുണ്ട്. അതുകൊണ്ട് തന്നെ വേട്ടക്കാരിൽ നിന്ന് രക്ഷ നേടിയ മാൻ ഭക്ഷണം കഴിക്കും, അതിൻ്റെ ജീവിതവൃത്തിയിലേക്ക് മടങ്ങും. പക്ഷേ ഇതേ സമയത്ത് ഒരു മനുഷ്യനാണെങ്കിൽ അവന് ആ ചിന്തകളിൽ നിന്ന് ഒരിക്കലും മോചിതനാവാൻ പറ്റില്ല. അവൻ ഒരിക്കലും പിന്നെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ചിലപ്പോൾ ധൈര്യമുണ്ടായി എന്ന് വരികയില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓർമ്മകൾക്ക് അത്ര ശക്തിയാണ്. അത് നൽകുന്ന ആഘാതങ്ങൾക്ക് അത്രത്തോളം മൂർച്ചയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഓർമ്മകളെ, വേദനിപ്പിക്കുന്ന ചിന്തകളെ വകഞ്ഞു മാറാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ എടുക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചിന്തിക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. കഴിഞ്ഞ കാലത്തെ ചിന്തകളിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകുക എന്നുള്ളതാണിത്. കാരണം നമ്മൾ എന്തിനെയാണോ മറക്കാൻ ശ്രമിക്കുന്നത് അത് വീണ്ടും വീണ്ടും ശക്തിയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് തിരയടിച്ച് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ പ്രകൃതം. നമുക്കങ്ങനെ എല്ലാ കാര്യങ്ങളെയും മറന്ന് കളയാൻ പറ്റുകയില്ല തന്നെ. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നുണ്ട്, ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക. കഴിഞ്ഞ കാലത്ത് ഇത് നടന്നിട്ടുണ്ട്. ആ സമയം എനിക്കിങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ കാലത്തെ പിന്നിട്ട ഒരു സമയത്താണ്. അതായത് പാസ്റ്റിൽ നടന്നൊരു കാര്യത്തിന് എനിക്ക് കറണ്ട് സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം കഴിഞ്ഞ കാലത്തെ സമയത്തെ റദ്ദാക്കപ്പെട്ട ഒരു ചെക്കിനോടാണ് ഉപമിക്കാറുള്ളത്. അത് കഴിഞ്ഞുപോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാതിരിക്കാം. പക്ഷേ നമുക്കതിനെ മറന്ന് കളയാൻ കഴിയുകയില്ല തന്നെ. ഞാൻ പറയാറുണ്ട്, കഴിഞ്ഞകാല ചിന്തകളെ അങ്ങനെ മറന്നു കളയേണ്ട ആവശ്യമൊന്നും ഒരാൾക്കുമില്ല. കാരണം അതവിടെ ഉണ്ടാവും. ചില വേദനിപ്പിക്കുന്ന ചിന്തകൾ പോലും ചിലർക്ക് ആശ്വാസമാണ്. കാരണം ചില ചിന്തകളുടെ മൂടുപടത്തിലാണ് ചില മനുഷ്യർ ജീവിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയാൻ പോയാൽ ഒരുപാടുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കഴിഞ്ഞ കാര്യത്തെ അംഗീകരിക്കാതെ ഉള്ള ഒരു ചുവടുവയ്പ് പോലും നമ്മളെ ഈ പ്രശ്നങ്ങളിൽ നിന്നും കരകയറാൻ സഹായിക്കുകയില്ല തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം സന്ദർഭങ്ങളിൽ കഴിഞ്ഞ കാലത്തെ വേദനകളിൽ നിന്ന് മുക്തമാകണമെങ്കിൽ നമ്മൾ ഈ സമയത്തെ മൂല്യമേറിയത് ആക്കിയേ പറ്റൂ. കാര്യം ചിലപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? കുറേയേറെ ദുഃഖങ്ങൾ സമ്മാനിക്കും. ഓർമ്മകളുടെ ആ തിരമാലയിൽ നമുക്ക് മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കാം. അതിലപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ മുഹൂർത്തത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. 8ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മകനെ ഓർത്ത് ദുഃഖിച്ചു കൊണ്ടിരുന്ന മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞത്, അവനെ തിരിച്ചു കിട്ടാൻ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ? ഇല്ല, അതില്ല എന്ന് ഞങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ ആ സത്യത്തെ അംഗീകരിച്ചു അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതറിയില്ല. അവൻ്റെ ഓർമ്മകൾ ഞങ്ങളെ വിട്ടുപോകുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇവിടെ അടുത്തൊരു അനാഥ മന്ദിരമുണ്ട്. അവിടെ ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങളുടെ മകൻ്റെ വയസ്സിനേക്കാൾ താഴെയുള്ള കുട്ടികൾ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യാൻ കഴിയുമെങ്കിൽ അവിടെ ഒന്ന് ചെന്ന് കാണൂ എന്ന് പറഞ്ഞു. എന്തായാലും കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ അവരെ കാണുമ്പോൾ അവർ പറഞ്ഞത്, ശരിയാണ്, അങ്ങ് പറഞ്ഞത് നേരാണ്.
ഞങ്ങൾ അവിടെ പോയി. ഞങ്ങളുടെ കുട്ടികളെ പോലെ തന്നെ എത്രയോ കുട്ടികളെ അവിടെ കാണാൻ പറ്റി. ചില കുട്ടികളോട് ഞങ്ങൾക്ക് കൂടുതലായിട്ട് അടുത്ത് ഇടപഴകാൻ പറ്റി. എൻ്റെ കുട്ടിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന പല ഗിഫ്റ്റുകളും എനിക്ക് ആ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റി. ഞങ്ങളിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ കുട്ടികൾ എന്ത് സന്തോഷത്തോടു കൂടി ഇടപഴകുന്നു എന്ന് അറിയാമോ? ഞങ്ങളെ കാണുമ്പോൾ തന്നെ അവർ സന്തോഷിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ചിന്തകളിൽ ആ കുട്ടികൾ കൂടുതൽ ശക്തി പകരുന്നുണ്ട്. എല്ലാ മാസവും ഞങ്ങൾ ആ കുട്ടികളെ കാണാൻ പോകാറുണ്ട്, ഫോണിൽ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വളരെയധികം ലാഘവത്വം വന്നു ചേർന്നിരിക്കുന്നു. അതേ സുഹൃത്തുക്കളെ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ചിലതിന് റീപ്ലേസ് ഒന്നുമില്ല, എന്നാൽ ചിലതിന് മുകളിലേക്ക് നമുക്ക് ചില കാര്യങ്ങളെ വച്ചു കൊടുക്കാൻ പറ്റും. ആ വേദനയുടെ കാഠിന്യം കുറയ്ക്കുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ദുഃഖങ്ങളിൽ നിന്ന്, വേദനിക്കുന്ന ആ മൊമെൻറ്റിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഒളിച്ചോടാൻ ശ്രമിക്കരുത്. അത് വെറും പാഴ്ശ്രമമാണ്. ഇൻ്റർനെറ്റിൽ നിങ്ങൾ പരതി കഴിഞ്ഞാൽ വേദനകളിൽ നിന്ന് മുക്തമാക്കാനുള്ള ടിപ്സ് എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പല മോട്ടിവേഷൻ ട്രെയിനേഴ്സും നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കും. പക്ഷേ ഞാൻ റിയാലിറ്റിയിൽ കണ്ടിട്ടുള്ളത് ഇത്തരം ടിപ്സുകളൊന്നും എല്ലാവർക്കും അനുയോജ്യമല്ല. ഇതുകൊണ്ടൊന്നും ഉള്ളിലെ ചുട്ടുനീറ്റൽ അടങ്ങുന്നില്ല എന്നുള്ളതാണ്. ഞാനിവിടെ വീണ്ടും പറയുന്നു, റിയാലിറ്റി അംഗീകരിക്കുക. നമുക്കിനി അതിന്മേലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യത്തെ ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ഇപ്പോഴത്തെ മൊമെൻറ്റിൽ നമുക്ക് പുതുതായിട്ട് നമ്മുടെ ഊർജത്തെ കണ്ടെത്താൻ, നമ്മുടെ കഴിവുകളെ കണ്ടെത്താൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്ന് ചിന്തിക്കുക. അത് നമുക്ക് പുതിയ വെളിച്ചം തരും. നിങ്ങളുടെ നഷ്ടം പലതരത്തിലുള്ളതായിരിക്കാം. അപ്പോൾ ആ നഷ്ടത്തിന് തുല്യമായിട്ടുള്ള ആ ഓർമ്മകൾക്ക് മീതെ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ നിങ്ങളൊരു ശ്രമം നടത്തണം. കുട്ടിയെ നഷ്ടപ്പെട്ടു പോയവർക്ക് ആരോരുമില്ലാത്ത കുട്ടികളെ സ്നേഹിക്കുന്നതിലൂടെ ആശ്വാസം കിട്ടിയെങ്കിൽ, കാമുകിയെ അല്ലെങ്കിൽ കാമുകനെ നഷ്ടപ്പെട്ട ഒരാൾക്ക് സ്വന്തം പങ്കാളിയെ സ്നേഹിക്കുന്നതിലൂടെ ആ സ്നേഹം പകർന്നു കൊടുക്കാൻ കഴിയുമെങ്കിൽ, കുട്ടിക്കാലത്തെ ഏതെങ്കിലും തരത്തിലുള്ള പീഡകൾ അനുഭവിക്കുന്നവർക്ക് സ്വന്തം കുട്ടികളെ ചേർത്ത് പിടിക്കാനും ലാളിക്കാനും ഉള്ള കഴിവ് കിട്ടുമെങ്കിൽ, എന്ത് തരം മെൻ്റൽ ട്രോമ വന്നാലും ഈ ഒരു മൊമെൻറ്റിൽ നമുക്ക് പുതുതായിട്ട് ചെയ്തു തുടങ്ങാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ മനസ്സിനെ വ്യാപരിപ്പിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു മുക്തി ഉണ്ടാകൂ. നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിലെ ശപിച്ച മുഹൂർത്തങ്ങളെ, ദുഷിച്ച ചിന്തകളെ ചുമന്ന് തളർന്നു വീഴും. നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ദുഃഖം നിങ്ങളുടെ മാത്രം ദുഃഖമല്ല. സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒട്ടനവധി പേർ നമ്മുടെ ഭൂമിയിലുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നു ഈ ദുഃഖം നിങ്ങൾ മാത്രമാണ് അനുഭവിക്കുന്നത്, നിങ്ങൾക്ക് മാത്രമാണ് ഇത്രയും വേദന ഉള്ളത് എന്ന്. ഒരിക്കലും അല്ല. നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല. ഈ ഭൂമിയിലുള്ള ലക്ഷക്കണക്കിന് പേർ, ലക്ഷക്കണക്കിനാണ് ഞാൻ പറയുന്നത്, ഇതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇതിൽ ഇതേ അനുഭവത്തെ അതിജീവിച്ചവർ നിരവധിയുണ്ട്. ഇന്ന് അത്തരം ദുഃഖങ്ങളുടെ മുഖത്തു നിന്ന് തങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ കണ്ടെത്തിയവരുണ്ട്. ഇത്തരം റിയാലിറ്റിയിലേക്കാണ് നിങ്ങൾ കടക്കേണ്ടത്. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിലൂടെ മാത്രമേ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റൂ. ഇതിനെ നിങ്ങൾ യഥാതലത്തിൽ ഉള്ളിലേക്ക് എടുക്കാമെങ്കിൽ നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു ദുഃഖത്തിൻ്റെ തീച്ചൂളയിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ കഴിയും എന്നത് ഉറപ്പായ കാര്യമാണ്.